ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ ഇത് നിസാൻ ടെറാനോ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് കസ്റ്റമർ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ഗിയർ ഇട്ടു. മൂന്നാമത്തെ ഗിയർ ഇട്ട സമയത്ത് ഒരു കടകടാന്നൊരു സൗണ്ട് കേട്ടു. പിന്നെ വണ്ടി മൂവ് ആവുന്നില്ല. പിന്നെ ഏത് ഗിയർ ഇട്ട് കഴിഞ്ഞാലും വണ്ടി മൂവ് ആവുന്നില്ല. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാലും വണ്ടി മൂവ് ആവുന്നില്ല. സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാലും ഏത് ഗിയർ റിവേഴ്സ് ഗിയർ ഇട്ടാലും വണ്ടി മൂവ് ആവുന്നില്ല. ഗിയർ ഇട്ടിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് കടകടകടകടാന്നുള്ള ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. സാധാരണ കേസിൽ ആക്സിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആക്സിലിന്റെ ബോൾ ജോയിന്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ വരും. ആക്സിലിന്റെ മില്ലിങ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കംപ്ലൈന്റ് വരും. ആക്സിലിന്റെ ബെയറിംഗ് പോയി കഴിഞ്ഞാൽ ആക്സിൽ ബെയറിംഗ് മീൻസ് ആക്സിനുള്ളിലത്തെ ബെയറിംഗ് പോയി കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് വരും. കാരണം ഡ്രൈവ് പുറത്തോട്ട് പോകാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഇപ്പോ ഇതിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളില്ല. ആക്സിലിന്റെ മില്ലിങ്ങിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടാലും ഏത് ഗിയർ ഇട്ടാലും വണ്ടി മൂവ് ആവുന്നില്ല. ഡ്രൈവ് വണ്ടിക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് കിടക്കടാന്നുള്ള ഒരു സൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് ഇപ്പോൾ അഴിച്ചിട്ടില്ല. അപ്പോൾ ക്ലച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് സെൻട്രലല്ല ഈ ക്ലച്ച് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. മീൻസ് ഈ ഭാഗം പൊട്ടിക്കിടക്കാണ്. ഇത് ഡ്രൈവ് കറക്റ്റ് കിട്ടാതെ വന്നതാണ് വണ്ടി. ഇതൊന്ന് പിടിച്ചേ. ഡ്രൈവ് കറക്റ്റ് കിട്ടാതെ വന്നതാണ് വണ്ടി മൂവ് ആവാത്തതിന്റെ കാരണം. അതായത് ക്ലച്ച് ഡിസ്ക് പൊട്ടി ഇതിനകത്ത് കിടക്കണം. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും കിടന്ന് ആടുന്നത് ഇതിനകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. മീൻസ് ക്ലച്ച് ഡിസ്ക് പൊട്ടി. കസ്റ്റമർ പറഞ്ഞത് ക്ലച്ച് പുതിയത് മാറിയതാണ്. ഏകദേശം ഒരു 6 മാസം ആയെന്നുള്ളതാണ് കസ്റ്റമർ പറഞ്ഞത്. കണ്ടിട്ട് വലിയ തേയ്മാനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ക്ലച്ച് അഴിച്ചു നോക്കാം. അപ്പൊ ഇത് പൊട്ടാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ക്ലച്ച് ഒന്ന് അഴിച്ചെടുക്കാം. നമ്മളിപ്പോ ഇതിന്റെ ക്ലച്ച് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ വലിയ തേയ്മാനങ്ങളൊന്നുമില്ല. മീൻസ് ഇത് പുതിയ ക്ലച്ച് തന്നെയാണ്. കിടക്കുന്ന ക്ലച്ച് ലുക്കിന്റെ ക്ലച്ചാണ് കിടക്കുന്നത്. ലുക്കിന്റെ ക്ലച്ചാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പൊട്ടിയേക്കുന്നത് ക്ലച്ചിന്റെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഫുള്ളായിട്ട് ഇവിടെ പൊട്ടി കിടക്കുന്നത് ഈ ഡ്രൈവ്. അപ്പോൾ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഇതിന് ക്ലച്ച് റൊട്ടേറ്റ് ചെയ്യാണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഇത് ഉൾപ്പെടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ഗിയർ ബോക്സാണ് പോകേണ്ടത്. അതിന് പകരം ഇത് മാത്രം കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു ഭാഗം മാത്രം കിടന്ന് മില്ലിങ് മാത്രം കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഡ്രൈവ് വീലിനോട്ട് കിട്ടാതെ വരും. അതാണ് ഡ്രൈവ് കിട്ടാനുള്ള കാരണം. ക്ലച്ച് ഡിസ്ക് നോക്കുന്ന സമയത്ത് ശരിയാണ്, ഏകദേശം പുതിയ ക്ലച്ച് തന്നെയാണ് കിടക്കുന്നത്. ഇതിന്റെ വെട്ടോ കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് തീറ്റില്ല. റിവിറ്റ് ഇനിയും ഓടാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഈ ഭാഗവും പുതിയ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇത് പൊട്ടാനുള്ള ഒരു കാരണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ ഗിയർ ബോക്സിന്റെ അഴിച്ചു വെച്ച ഗിയർ ബോക്സിന്റെ ഭാഗത്തേക്ക് പോവാം. നമ്മളിപ്പോ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റിലീസ് ബെയറിംഗ് നോക്കുന്ന സമയത്ത് മൂളിച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലച്ചിന് വേറെ പെഡലിന് വേറെ കുഴപ്പങ്ങളോ കാര്യമുണ്ട്. ഇതിന് വരുന്നത് ഹൈഡ്രോളിക് ബെയറിംഗ് ആണ്. റിലീസ് ബെയറിംഗ് വിത്ത് ഹൈഡ്രോളിക് ബെയറിംഗ് ആണ്, ഹൈഡ്രോളിക് ക്ലച്ചാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്ലച്ചിന്റെ താഴത്തെ സിലിണ്ടറും വിത്ത് റിലീസ് ബെയറിംഗ് കൂടാണ് വരുന്നത്. സ്ലേവ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോ ക്ലച്ച് ഡിസ്ക് ഇങ്ങനെയാണ് കയറി കിടക്കുന്നത് ഇതില്. അപ്പൊ കയറി കിടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിന് ഡ്രൈവ് കിട്ടുന്നേ ഇല്ല. നമ്മൾ ഇത് മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങും. ഈ കടകടാ സൗണ്ട് ഇത് കിടന്ന് ഉടക്കുന്ന ഇവിടുന്ന് പൊട്ടിപ്പോയിട്ട് ഇതിനുള്ളിൽ നിന്ന് പൊട്ടിപ്പോയിട്ട് ആ കിടക്കുന്ന സൗണ്ടാണ് നമ്മൾ ഗിയർ ഇടുമ്പോൾ കടകടാന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. മീൻസ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇത് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ, ഇത് മില്ലിങ് ഉൾപ്പെടെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് ഡ്രൈവ് പോകത്തുള്ളൂ. ഇത് വെറുതെ കിടന്ന് ക്ലച്ച് ഇവിടെ കിടങ്ങുന്നത്. ഇത് കറങ്ങുന്നില്ല. നമുക്ക് ഈ മില്ലിങ് നോക്കിയാൽ കറങ്ങുന്നില്ല. സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ്. ഇത് മാത്രം കിടന്നിങ്ങനെ കറങ്ങണം. അപ്പൊ അതാണ് കംപ്ലൈന്റ്. ക്ലച്ച് ഭാഗം പൊട്ടിപ്പോയതാണ് കംപ്ലൈന്റ്. അപ്പൊ ഇത് പൊട്ടിപ്പോവാൻ ഒരു കാരണമുണ്ട്. ക്ലച്ച് ഡിസ്ക് മാറ്റിയ സമയത്ത് ഇപ്പോ ക്ലച്ച് ഡിസ്ക് ഇങ്ങനെ ഇടുകയാണ്. ക്ലച്ച് ഡിസ്ക് മാറ്റിയ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും ഇതൊരു സ്റ്റഡി പിന്നാണ് വരുന്നത് ഈ റൗണ്ടിൽ. അങ്ങനെ ചില വണ്ടികൾക്ക് 1, 2, 3. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി പിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി പിൻ ഉണ്ട്. ഈ സ്റ്റഡി പിൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ചളിങ്ങിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം റൗണ്ട് തന്നെയാണ് ഇതിനും വരുന്നത്, ആ സ്റ്റഡി പിൻ വരുന്നത്. പക്ഷെ ഈ ഭാഗത്ത് ഇവിടെ ചളിങ്ങി ഇരിപ്പുണ്ട്. അതായത് മീൻസ് ഗിയർ ബോക്സ് കറക്റ്റ്
കറക്റ്റ് സീറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഗിയർ ബോക്സ് ഒരു ശകലം ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 mm, ഇതിന്റെ കനം നോക്കുമ്പോൾ ഏകദേശം ഒരു 3-4 mm ചരിഞ്ഞ് മാത്രമേ ഗിയർ ബോക്സ് ഇരിക്കത്തുള്ളൂ. അതായത് ഈ ഭാഗം സ്ട്രൈറ്റ് കറക്റ്റ് ആയിട്ട് മുട്ടി നിൽക്കും, ഈ ഭാഗം ശകലം ചരിഞ്ഞിരിക്കും. മീൻസ് ഈ സ്റ്റഡി പിൻ കയറ്റിയ സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് കയറാതെ ബോൾട്ട്, അതായത് നമ്മൾ ചിലപ്പോൾ ഗിയർ ബോക്സ് കറക്റ്റ് സെന്റർ ചെയ്യാതെ, കറക്റ്റ് സെന്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലമൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കും. കറക്റ്റ് ഇതിനെ കുത്തി കയറ്റിയിട്ട് ഗിയർ ബോക്സിലോട്ട് ഇത് കറക്റ്റ് ഗിയർ ബോക്സിൽ ഇടും. ഗിയർ ബോക്സിൽ ഇടുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്റ്റഡി പിന്നെ ഗിയർ ബോക്സ് മുറുക്കുന്ന സമയത്ത് ഒരു ശകലം ചരിഞ്ഞായിരിക്കും ഇത് ഇരിക്കുന്നത്. അത് ഏകദേശം ഇങ്ങനെ ഒരു ചരിവ് വരും. ഇങ്ങനെ ചരിവ് വരുമ്പോൾ കുറെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടാൻ തുടങ്ങും. അതായത് ലോഡ് ഇതിനുള്ളിലോട്ട് ലോഡ് കൂടുതൽ വരുമ്പോഴാണ് ഇത് ഇങ്ങനെ പുതിയ ക്ലച്ചും ഇങ്ങനെ പൊട്ടി പോകാനുള്ള ഒരു കാരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്ലച്ച് ഡിസ്ക് പൊട്ടാനുള്ള കാരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ വേറെ വണ്ടികളിലൊക്കെ പൈലറ്റ് ബെയറിംഗ് വരുന്ന വണ്ടികളാണെങ്കിൽ പൈലറ്റ് ബെയറിംഗ് പൊട്ടിപ്പോകും. ഇതിനുള്ളിൽ നിന്ന് പൈലറ്റ് ബെയറിംഗ്, ഫ്ലൈവീലിന്റെ ഉള്ളിൽ നിന്ന് പൈലറ്റ് ബെയറിംഗ് പൊട്ടിപ്പോകും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമുക്കിത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ഇത് ചെയ്ത് വെച്ചിട്ട് വേണം ഇനി ഗിയർ ബോക്സ് കയറ്റണം. ഇങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഇവിടെ ഫുള്ളായിട്ട് സീറ്റ് ആവില്ല, ഇവിടെ ഒരു വിടവ് വരും. കാരണം ഇവിടെ ഇത്രയും കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് മടങ്ങി ഈ ഗിയർ ബോക്സിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് വെലോസിറ്റി കറക്റ്റ് ആയിട്ട് മുറുകത്തില്ല. മുറുകാതെ വരുമ്പം പിന്നെ നമ്മൾ പുതിയ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാലും പിന്നെയും ഇത് പൊട്ടിപ്പോകും. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റ് സീറ്റ് നമ്മൾ കയറ്റിയ വഴിക്ക് ഇത് മടങ്ങിയിട്ട് ചളിഞ്ഞ് പുറത്തോട്ടിരുന്നതുകൊണ്ട് ഗിയർ ബോക്സ് കറക്റ്റ് ആയിട്ട് സീറ്റ് ആവാതെ വരുമ്പോൾ ഈ ഒരു ക്ലച്ച് ഡിസ്കിന് ചരിവ് വരും. ഈ ക്ലച്ച് ഡിസ്കിന് ചരിവ് വരുന്ന സമയത്ത് ഇവിടെ പ്രഷർ കറക്റ്റ് ആയിട്ട് കറങ്ങാതെ വരും. കറങ്ങാതെ വരുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്ന് ഇത് പൊട്ടിപ്പോയതാണ് ഈ ക്ലച്ച് ഡിസ്ക് പൊട്ടാനുള്ള മെയിൻ കാരണം അതാണ്. ഇപ്പോ നമ്മൾ കണ്ടതാണ് ആ സ്റ്റഡി പിന്നിന്റെ ഭാഗം, ഗിയർ ബോക്സിന്റെ വെലോസിന്റെ ഭാഗത്ത് വരുന്ന ആ സ്റ്റഡി പിന്നിന്റെ ഭാഗം കുറച്ച് ബെൻഡായി. അതായത് നമ്മൾ ഗിയർ ബോക്സ് കയറ്റി വെക്കും, കറക്റ്റ് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കയറ്റാണ്ട് കുറച്ച് പുറത്ത് വെച്ചിട്ട് ബോൾട്ട് ഇട്ടങ്ങ് മുറുക്കും. അതായത് എല്ലാ ബോൾട്ടും മുറുകി ചിലപ്പോൾ ഈ ഒരു ബോൾട്ട് കൂടുതൽ മുറുകി കഴിയുമ്പോഴത്തേക്ക് ഗിയർ ബോക്സ് ഒരു ശകലം ചരിവ് വരും. ഗിയർ ബോക്സ് ശകലം ചരിവ് വരുമ്പോൾ ഈ സ്റ്റഡി പിന്നിന്റെ ഭാഗം ശകലം പുറത്തോട്ടേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഗിയർ ബോക്സ് ഉള്ളിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സ്റ്റഡി പിന്ന് ചളിങ്ങിയിട്ട് ആ പുറത്തോട്ടിരിക്കുമ്പോൾ ഗിയർ ബോക്സ് കറക്റ്റ് സ്ട്രെയിറ്റ് എഞ്ചിനുമായിട്ട് നിൽക്കാണ്ട് ഒരു ചെറിയ ചരിവ് വരുമ്പോൾ ആ ചരിവ് ലോഡ് മൊത്തവും നമ്മുടെ ക്ലച്ച് ഡിസ്കിന് വരും, പ്രഷർ പ്ലേറ്റിനും വരും. അപ്പൊ ക്ലച്ച് ഡിസ്കിന് ലോഡ് വരുമ്പോൾ കുറെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് ആ ഒരു പ്രഷർ വേരിയേഷനും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് ഇത് പൊട്ടിപ്പോവും. അപ്പൊ ഗിയർ ബോക്സ് നമ്മൾക്ക് എപ്പോഴും കയറ്റുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കയറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലച്ച് പൊട്ടിപ്പോവും. പൈലറ്റ് ബെയറിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ പൈലറ്റ് ബെയറിംഗ് ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും. അപ്പോൾ ഈ നിസാൻ ടെറാനോ ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഏത് ഗിയർ ഇട്ടാലും വണ്ടി മൂവ് ആവുന്നില്ല, ഡ്രൈവ് വണ്ടിക്ക് കിട്ടാത്ത ഒരു അവസ്ഥ. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ക്ലച്ച് ഡിസ്ക് പൊട്ടിയതാണ്. ഇനി ക്ലച്ച് ഡിസ്ക് റിലീസ് ബെയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.